എങ്ങനെയാണ് ജനറേറ്ററിൽ നമ്മൾ വേസ്റ്റ് ഇടേണ്ടത്? കത്തിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് വേസ്റ്റ് ഇടേണ്ടത്, എത്ര ടൈപ്പ് ഇൻസിനറേറ്റേഴ്സ് ഉണ്ട്, വേസ്റ്റ് ബർണർ എന്താണ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പോയിന്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ആണ്. ഇതാണ് വേസ്റ്റ് ബർണർ. ഇതാണ് പരമാവധി എല്ലാവരും ചോദിക്കാറുള്ളത്. ഞങ്ങൾ ചെയ്യുന്നില്ല, പണ്ട് ചെയ്ത് വെച്ചൊരു മോഡൽ നിങ്ങൾക്ക് കാണിക്കാനാണ്. ഇതില് വെറുതെ തകിട് ഷീറ്റ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇതിലെ ആക്ഷൻ വരാനുള്ള ഒരു സിസ്റ്റമാണ്. കേട്ടോ, ഇത്ര ഉള്ള വെയിറ്റ് ഇതിന്റെ വെയിറ്റ് ഇത്ര ഉള്ളൂ. അപ്പൊ ഇതില് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിലിട്ടിട്ടാണ് വേസ്റ്റ് കത്തിക്കുക. ഇതിന്റെ അടിയിൽ ചാരം പോകും. ഇതിനകത്ത് നമ്മൾ ഇവിടെ തൊട്ടാക്കുക നല്ല പൊള്ളലുണ്ടാവും. സ്മോക്ക് പൈപ്പ് ഇല്ല, പുക പരക്കുന്നതും അതേപോലെ ഈ വിഷയങ്ങളുള്ളതുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ടൈപ്പ് സാധനങ്ങൾ നമുക്ക് കത്തിക്കും. ഈ സാധനം തികച്ചും ബാൻഡാണ്. അതൊരിക്കലും നമ്മൾ കത്തിക്കാൻ പാടുള്ളതാണ്. ടോക്സിക് ഗ്യാസ് വരും. ഇതിലിപ്പോ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 80% സേഫ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോറിനകത്ത് വേസ്റ്റ് ഇടും. വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കുക, അടയ്ക്കുക. അപ്പൊ ഈ പുകക്കുഴല് ഇതിൽ വയ്ക്കാൻ നമുക്കുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് സ്മോക്ക് പൈപ്പ് നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സ്മോക്ക് മുകളിലേക്ക് വരികയാണ് ചെയ്യുക. സ്മോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ കളറുള്ള സ്മോക്കാണ് വരിക. നനഞ്ഞത് നമ്മൾ കത്തിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡയപ്പോസ്, നനഞ്ഞ ഡയപ്പോസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെമി വെറ്റിലേക്ക് മാറിയതിന് ശേഷം മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ. അതിന്റെ രീതികൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിത് കത്തിച്ച് അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചാരം. അപ്പോ പൊല്യൂഷന്റെ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. പുക സ്മെല്ലുണ്ടാവില്ല, ചൂട് പുറത്തേക്ക് വരില്ല. ഇതിനകത്ത് നമ്മൾ റിഫ്രാക്റ്റീവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ചൂട് നമുക്ക് പുറത്തേക്ക് വരില്ല. തങ്കല ഷീറ്റ് പോലത്തെ ഒരു സംഭവമല്ല, അത് ജപ്പാൻ ഷീറ്റാണ്. അതുപോലെ തന്നെ ഗേജ് 14 ഉള്ളിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ലൈൻ കിട്ടുന്നത് 1.5 ഇഞ്ച് തിക്നെസ്സിലാണ്. പിന്നെ ഇത് ഇങ്ങനെ കത്തിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ഡയപ്പർ ഇങ്ങനെ സൂക്ഷിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ യൂസ് ചെയ്ത ഡയപ്പർ എപ്പോഴും ഇതേ കണ്ടീഷനിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞു വെക്കുക. പൊതിഞ്ഞു വെച്ചിട്ട് ഡയറക്റ്റ് നമ്മളൊരു പേപ്പർ ജസ്റ്റ് ഒന്ന് ബെഡ് ചെയ്യുന്നു. ഇതിനകത്ത് ഇത് ഇങ്ങനെ ലൈറ്റ് ചെയ്യുക, കത്തിക്കുക. നമുക്ക് ചിരട്ട, പേപ്പർ, കരിയില ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ചില ടെമ്പറേച്ചർ കൂട്ടി നമുക്ക് ഇതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1000 ഡിഗ്രി ടെമ്പറേച്ചർ നല്ലത് വേസ്റ്റ് ആണ്. അതാണ് ജനറേറ്ററിന്റെ ഗുണം. ഇതിലങ്ങനെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. വെറുതെ നമ്മൾ പുറത്തിട്ട് കത്തിക്കുന്ന പവർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വേസ്റ്റ് ബർണർ വേണോ ഇൻസിനറേറ്റർ വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. വേസ്റ്റ് ബർണറിന് വളരെ ചീപ്പ് റേറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ 5000-6000 ആദ്യം നമ്മൾ ഉണ്ടാക്കാനായിട്ടത് ജസ്റ്റ് ഡെമോക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. നമ്മൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് ഇൻസിനറേറ്റർ. അപ്പൊ രണ്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വേസ്റ്റ് ബർണർ വേറെയാണ്, ഇൻസിനറേറ്റർ വേറെയാണ്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ തികച്ചും ഷോർട്ട്സ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓണം ഓഫേഴ്സ് ഇൻസിനറേറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഉടനെ ബുക്ക്